ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അതിന് നമ്മൾ നാട്ടിലേക്കുള്ള ലോഡ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉപ്പാണ് നമ്മളെ ലോഡ്. ഇപ്പോൾ പണിക്കാർ പണി തുടങ്ങി ഒരു വാരിയൊക്കെ വെച്ച് എണ്ണം കറക്റ്റാക്കി. ഇപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് 1300 ബാഗാണ്. 35 ടണ്ണ് 16 വീലാണ് നമ്മളെ വണ്ടി. പിന്നെ ഇവിടെ വെയിൽ ഭയങ്കര ആയതുകൊണ്ട് ഞാൻ ചോർത്തുകൊണ്ട് കെട്ടിയിട്ട് നിൽക്കണേ, വേറെ രസമല്ല. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന കേട്ടോ ഓരോ പ്ലാന്റ്, അതായത് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ. ഇപ്പോൾ ഇങ്ങനെ ആ ഉപ്പ് കൂട്ടിയിരിക്കുന്നുണ്ട്, നീല ഷീറ്റിട്ട്, അത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെക്കും, മണ്ണും ഇതൊക്കെ ആവാതിരിക്കാം. പിന്നെ ആ കാണുന്നതും അതുപോലെ തന്നെ ഉപ്പ് ഉണ്ടാക്കുന്ന പാടങ്ങളാണ്. അവിടെ നിന്ന് അങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നീടാണ് ഇങ്ങനെ ഓരോ പ്ലാന്റിൽ കയറി ഇറങ്ങി ഒന്ന് സെറ്റപ്പായി, അതായത് ഈ ഒരു തരത്തേക്ക് ആക്കിയെടുക്കും, പൊടി ഉപ്പാക്കിയിട്ട്. ഇതൊക്കെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്, ഓരോ തോട്ടങ്ങൾ, ഓരോ പാടത്തുനിന്ന് എടുത്ത് വരുന്ന ഉപ്പുകളാണ്. ഇനി ഇവിടെ വന്നിട്ട് അത് പോളിഷ് ചെയ്ത് ഇങ്ങനെ അവിടെ ഡംപ് ചെയ്യും, കാണുന്ന സ്ഥലത്ത് ഡംപ് ചെയ്യും. എന്നിട്ട് അതങ്ങനെ മാറ്റി തരംതിരിച്ച് നമുക്ക് പൊടിയുപ്പായിട്ടും കല്ലുപ്പായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ അതാണ് കഥകൾ, ഉപ്പ് കയറ്റേണ്ട കഥകൾ. അപ്പോൾ ഞാനേതായാലും കുറച്ച് നേരം വെയിലത്ത് നിന്നു, പിന്നെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ട്. കഴിഞ്ഞപ്പോൾ മെല്ലെ വണ്ടി ചെയ്തു, വണ്ടീൻ്റെ ഉള്ളിൽ കയറി. അടുത്ത് പറഞ്ഞു, വന്നാൽ ലോഡ് കയറ്റിക്കോളെ, നമ്മൾ കയറ്റി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, ഞാനിവിടെ വണ്ടീൻ്റെ ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ മെല്ലെ വണ്ടീൻ്റെ ഉള്ളിൽ കയറി. നടക്കൂല, അവർക്ക് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. വെയിലത്ത് നമുക്ക് വെയിൽ പറ്റൂല എന്നല്ല, ഇതിലേറെ ചൂട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കാലാവസ്ഥ മാറിയിട്ട്, ഇപ്പോൾ ഇപ്പോൾ തണുപ്പത്തുനിന്ന് ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ പെട്ടെന്ന് ആ ഒരു ചേഞ്ചസ് പറ്റില്ല. അത് എ സി ഇല്ലാത്ത അതിലേറെ പ്രസ്, ഇതിൻ്റെ കംപ്രസറും പോയി. ഇനിയിപ്പോൾ അതൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കണം. എ സി മെയിനായിട്ട് എന്തില്ലെങ്കിലും സ്ഥലം വെച്ചുണ്ടാക്കാൻ പറ്റില്ല. എ സി എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. വെച്ചുണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കഴിക്കെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ചൂട് സഹിക്കൂല. ചൂടൂര് വന്നിട്ട് ഇങ്ങനെ എന്ത് പറയാനാ, ഒരു രക്ഷമല്ല. പക്ഷെ പണ്ടത്തെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ വണ്ടികൾക്ക് ഒരു ഓപ്പനിങ് ഉണ്ട്. ഇപ്പം എല്ലാ വണ്ടികളൊക്കെ ഫുള്ള് എ സി ക്യാബിനായതുകൊണ്ട് എന്താ പറയുക, ഒക്കെ അടച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതല്ലേ, ഫുള്ള് ഗ്ലാസ്സൊക്കെ ആയിട്ട് നമ്മളെ ക്യാബിൻ പോലെ തന്നെ തരണം നമ്മളെ ക്യാബിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഉള്ളത് കാരണം എന്താവും, കാറ്റോട്ടം, അതായത് എയർ സർക്കുലേഷൻ ഇല്ല വണ്ടിക്കകത്ത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് സഹിക്കാൻ പറ്റില്ല. പണ്ടത്തെ നമ്മളെ ലൈലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വർഗ്ഗമായിരുന്നു. ഒന്നും വണ്ടികൾ പണിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾക്ക് എത്തി ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. പുതിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ വരുന്നവരിക്കും, ഇതിലും കാത്തിരിക്കുക. യൂട്യൂബിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നമ്മളെ പേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.